ഒന്നിനു പുറകെ ഒന്നായി ദുരന്തങ്ങൾ വേട്ടയാടിയ ആളാണ് തൃശൂർ മാള സ്വദേശി ഉണ്ണികൃഷ്ണൻ. മകനെ നഷ്ടപ്പെട്ട് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഉണ്ണികൃഷ്ണന് അർബുദം ബാധിച്ചു. അണുബാധ കാരണം ഒരു കാല് മുറിച്ചു മാറ്റേണ്ടി വന്നു. നിത്യച്ചെലവിന് പോലും പണമില്ലാത്ത അവസ്ഥയിലാണ് ഉണ്ണികൃഷ്ണന്റെ കുടുംബം. കുടുംബത്തിന്റെ ഏക പ്രതീക്ഷയായിരുന്നു ഉണ്ണികൃഷ്ണന്റെ മകൻ സജിൽ കൃഷ്ണ. കടം വാങ്ങിയ പണം കൊണ്ടാണ് വിദേശത്ത് ജോലിക്ക് പോയത്. ആഴ്ചകൾക്കുള്ളിൽ സജിൽ കുഴഞ്ഞു വീണു മരിച്ചു. ഉണ്ടായ മകനാണ് മരിച്ചത്. അവൻ പോയിട്ട് ഒരു മാസം ഒരാഴ്ച കണ്ടായിട്ടുണ്ടായുള്ളൂ. 25-ാം തീയതി പോയി 13-ാം തീയതി മരിച്ചെന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് വന്നു. മകന്റെ മരണാനന്തര ചടങ്ങുകൾക്കിടയിലാണ് ഉണ്ണികൃഷ്ണൻ ആദ്യമായി തൊണ്ടയിൽ ചെറിയ വേദന അനുഭവപ്പെട്ടത്. പിന്നീട് നടത്തിയ പരിശോധനയിൽ ക്യാൻസർ കണ്ടെത്തി. തൃശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെ അണുബാധയേറ്റു. ഉണ്ണികൃഷ്ണന് ഒരു കാല് നഷ്ടമായി. കീമോ ചെയ്ത് അന്ന് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ തിരിച്ചു പോന്നു. പിറ്റേ ദിവസം പകലൊന്നും എനിക്കൊരു കുഴപ്പമുണ്ടായില്ല. ഞാൻ കാല് ഇങ്ങനെ നീക്കി വയ്ക്കുമ്പോൾ ബെഡിലിങ്ങനെ തുണി അടക്കം ഇങ്ങോട്ട് നീങ്ങി പോയിരുന്നു. കാലിൽ പൊങ്ങി ഇങ്ങോട്ട് വരുന്നു. കാലിൽ പോലെ പൊക്കി വയ്ക്കാനൊന്നും പറ്റണില്ല. കയറിക്കിടക്കാനുണ്ടായിരുന്ന കൊച്ചു വീട് വാസയോഗ്യമല്ലാതായതോടെ നാട്ടുകാർ കുടുംബത്തെ മാറ്റിപ്പാർപ്പിച്ചു. ഉണ്ണികൃഷ്ണന്റെ ഭാര്യ വത്സലയും നിത്യരോഗിയായതോടെ ചികിത്സയ്ക്കോ വീട്ടുചെലവിനോ പണമില്ലാത്ത അവസ്ഥയാണ്. അപ്പോൾ ഇനി ഇവർക്ക് കഴിയുന്ന വിധത്തിലൊരു ഏതെങ്കിലും തരത്തിൽ ഒരു വീട് മറ്റൊരു വീടിൻ്റെ സാധ്യതയോ അല്ലെങ്കിൽ ഒപ്പം അല്ലെങ്കിൽ ആ വീട് ഒന്ന് യാത്രാ സൗകര്യമുള്ളൊരു വഴിയൊക്കെ ഉണ്ടാക്കി കൊടുത്തോ അങ്ങനെ ചെയ്യാനായിട്ട് പരമാവധി ഒരു സംഖ്യ സമാഹരിക്കണം എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഒപ്പം ഇവരുടെ 3 പേരുടെയും ചികിത്സയും മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. അങ്ങനത്തെ ഒരു സാഹചര്യമാണ് ഇവർക്കുള്ളത്. ഉണ്ണികൃഷ്ണന്റെ ചികിത്സയ്ക്കായി സഹായനിധി രൂപീകരിച്ച് പണം കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് പ്രദേശവാസികൾ. 24 തൃശൂർ.